ഭയപ്പെടുത്തി ജനങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല തലമുറകളുടെ ആരോഗ്യത്തെ വരെ ബാധിക്കും എന്ന് പറയപ്പെടുന്ന ബ്രഹ്മപുരത്തെ വിഷപ്പുകയുടെ 14-ാം ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ നടപടിച്ചട്ടങ്ങളുടെ 300-ാം വകുപ്പനുസരിച്ച് നടത്തിയ പ്രസ്താവന കേരളം കേൾക്കാൻ ആഗ്രഹിച്ചത് തന്നെയാണെങ്കിലും അതിന് ഇത്രയും വൈകിയതും സഭയിൽ ആർക്കും ഒരു സംശയം പോലും ചോദിക്കാൻ അനുവാദമില്ലാത്ത ആ ചട്ടം അനുസരിച്ച് തന്നെ പ്രസ്താവന നടത്താൻ തയ്യാറായതും മുഖ്യമന്ത്രി സഭയെ നേരിടാനും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുവാനും ഭയപ്പെടുന്നു എന്നതിന്റെ അല്ലെങ്കിൽ കൂടി ഇഷ്ടപ്പെടുന്നില്ല എന്നതിന്റെയെങ്കിലും അടയാളമാണ്. ഇരട്ടച്ചങ്കൻ, പഴയ വിജയൻ എന്നൊക്കെ സ്തുതിപാഠകരും അദ്ദേഹം പോലും അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സംഭവത്തെക്കുറിച്ച് 3 തരത്തിലുള്ള അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 1. സംഭവത്തിന് പിന്നിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച്, കരാർ അടക്കമുള്ളവയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം. 2. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും അവ തടയുന്നതിനെക്കുറിച്ചും വിദഗ്ധരുടെ പഠനം. 3. സംഭവത്തിന് പിന്നിലെ കാര്യങ്ങളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം. പഠനങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ കാണിച്ച അമാന്തം പഠനത്തിന്റെ നടത്തിപ്പിലും ഉണ്ടാകുമോ എന്നാണ് നിരീക്ഷകർ വീക്ഷിക്കുന്നത്. അതിനാണ് സാധ്യത കൂടുതൽ. അതോടെ എല്ലാം ജനം മറക്കും. അവിമാദികർക്ക് അത് തുടരുകയും ചെയ്യാം. വിഷപ്പുക ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വളരെ നല്ല ചിത്രമാണ് മുഖ്യമന്ത്രി സഭയിൽ നൽകിയത്. ആ ദിവസങ്ങളിൽ 1335 പേർക്കാണ് ഇതുമൂലം ചികിത്സ വേണ്ടി വന്നത്. അവരിൽ 128 പേർ 10 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അദ്ദേഹം വിശദീകരിച്ചു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ലോകബാങ്കുമായി ചർച്ച നടത്തും എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ ജില്ലാതല വാറും തുടങ്ങുമെന്നും എൻഫോഴ്സ്മെന്റ് വിജിലൻസ് സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചു. എല്ലാം കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ. എന്നാൽ എന്തേ ഇത് സംബന്ധിച്ച് അദ്ദേഹം നിയമസഭാംഗങ്ങൾക്ക് പോലും ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവസരം കൊടുത്തില്ല? അതാണ് സംശയം ജനിപ്പിക്കുന്നത്. ലൈഫ് മിഷൻ അഴിമതിയെക്കുറിച്ച് മാത്യു കുഴൽനാടൻ അവതരിപ്പിച്ച പ്രമേയവും ചർച്ചകളും അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് എതിരാളികളെങ്കിലും പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അതിനുശേഷം അടിയന്തര പ്രമേയ നോട്ടീസ് പോലും സ്വീകരിക്കപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി മോദിയുടെ അദാനി ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിലെ മോദി അദാനി ബന്ധത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ലോക്സഭയുടെ രേഖകളിൽ നിന്നും നീക്കം ചെയ്ത പോലെ കുഴൽനാടന്റെ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്തതായാണ് വാർത്ത. മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരോ അദ്ദേഹത്തെ സഹായിക്കുവാൻ എന്ന പേരിൽ ചെയ്യുന്ന പലതും അദ്ദേഹം ദുർബലനാകുന്നു എന്ന പ്രചരണത്തെ ബലപ്പെടുത്തുന്നുണ്ട്. ക്ലിഫ് ഹൗസിലെ 2ാം നില കയറുവാൻ ലിഫ്റ്റ് വേണ്ട വ്യക്തി ശാരീരികമായി ദുർബലമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ഉയർത്തിയ ചോദ്യം കൃത്യമായിരുന്നു. ക്ലിഫ് ഹൗസിൽ താമസിച്ചിട്ടുള്ള കേരളത്തിലെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരാരും തന്നെ ചെയ്യാത്ത ക്രമീകരണമാണിത്. കെ കരുണാകരൻ കാർ അപകടത്തിൽ പരിക്കേറ്റ് കിടന്ന വീടാണിത്. ഇത്തരം പ്രവൃത്തികൾ ചെറുതാണെങ്കിലും വലുതായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അടുത്ത കാലത്തുണ്ടായ വലിയ മാറ്റം മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി എന്നതാണ്. മന്ത്രിസഭ രൂപീകരണ കാലത്ത് അദ്ദേഹം മകളുടെ ഭർത്താവ് റിയാസിനും സമിതി കൺവീനറും വിശ്വസ്തനുമായിരുന്ന വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിനും അവർ നിയമസഭയിൽ കന്നിക്കാരായിട്ടും പാർട്ടിയിലെ പരിചയസമ്പന്നരായ പലരെയും മറികടന്ന് മന്ത്രിസ്ഥാനം നൽകി. കേരള ജനത ആകെ പ്രതീക്ഷിച്ചിരുന്ന ശൈലജ ടീച്ചറെ ഒഴിവാക്കി. CPM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് പോലും അത്ഭുതപ്പെട്ട തീരുമാനമായിരുന്നു ശൈലജയെ മാറ്റി ബിന്ദുവിനെ കൊണ്ടുവന്നത്. ആരും ഒന്നും ചോദിച്ചില്ല. മകൻ ജയിലിലായിരുന്നത് കൊണ്ട് കോടിയേരിയും ദുർബലനായിരുന്നു. ആ സ്ഥിതി മാറി. പ്രതിപക്ഷ നേതാവ് തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ കിട്ടിയ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തുറന്നടിച്ചു. പിണറായി എത്ര നോക്കിയിട്ടും ഷംസീറിന് മലബാറിലുള്ള ജനപിന്തുണ മരുമകന് കിട്ടാത്തത് കൊണ്ട് ഷംസീറിനെ സ്പീക്കറാക്കി ചീത്തയാക്കുവാൻ നോക്കുന്നതായി സതീശൻ അടിച്ച അടി വളരെ ആഴത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു. ന്യായീകരണ തൊഴിലാളികൾ ചാനലിൽ വന്ന് പലതും പറഞ്ഞെങ്കിലും ഷംസീർ ആകട്ടെ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ ആരെങ്കിലും ആകട്ടെ ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. CPMലെ അസ്വസ്ഥതയുടെ വലിയൊരു മഞ്ഞുമലയാണ്. സ്പീക്കർ ആകുന്നതിന് ഏതാനും നാൾ മുൻപ് ഒരിക്കൽ ഷംസീർ പാർട്ടി സംസ്ഥാന സമിതിയിൽ റിയാസിനെതിരെ പറഞ്ഞു. ഓരോ നേതാവും മക്കളെയോ മരുമക്കളെയോ കൊണ്ടുവന്നത് കോൺഗ്രസിലോ മറ്റു പാർട്ടികളിലോ സാധാരണമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധാരണയല്ല. അങ്ങനെ ഉയർന്നു വരുന്നവർ വൻമരം വീഴുന്നതോടെ ഒന്നും അല്ലാതാകാറുമുണ്ട്.
മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായവർക്ക് വേണ്ടി മുഖ്യമന്ത്രി കുടുംബ അജണ്ട നടപ്പാക്കുന്നതാണ് നിയമസഭയിൽ സ്പീക്കർ ഷംസീറിന് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ആവാതെ വരുന്നതിന് കാരണം എന്ന സതീഷിന്റെ പ്രയോഗം ശരിക്കും കൊണ്ടു. റിയാസ് പേക്കിനാവ് കണ്ട് ഉണരുന്നത് പോലെ ഏതാനും ദിവസം ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കേരളത്തിലെ മന്ത്രിമാരാരും പ്രതിപക്ഷ നേതാവിന്റെ വാലാട്ടികളല്ല എന്നാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം. പ്രതിപക്ഷ നേതാവിന്റെ നട്ടെല്ല് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും സതീശൻ പ്രതിപക്ഷ നേതാവായത് വളഞ്ഞ വഴിക്കായതിന്റെ കുറ്റബോധം കൊണ്ട് പറയുന്നതാണ് എന്നായി മറ്റൊരു പ്രതികരണം. അതും ഏശുന്നില്ലെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയമായി തനിക്കെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വ്യക്തിപരമായി പറയുന്നു എന്നും പറഞ്ഞു നോക്കി. എല്ലാം കേട്ട് തഴമ്പിച്ച വായ്ത്തരികൾ. മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടി നിരത്തുന്ന ന്യായീകരണ തൊഴിലാളികൾക്കപ്പുറം ആരും സതീഷിനെ ഭർസിച്ച് രംഗത്ത് വന്നില്ല എന്നത് പിണറായിയുടെ പിടി അഴിയുന്നു എന്നതിന്റെ സൂചന കൂടിയല്ലേ? വിഷപ്പുക 14 ദിവസം കത്തിയിട്ടും എന്തേ മുഖ്യമന്ത്രി അവിടെ വരെ പോവുകയോ ജനങ്ങളെ ധൈര്യപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന ചോദ്യം പ്രസക്തമായി ഉയരുന്നു. സർക്കാർ കോടികൾ ചെലവിട്ട് വാടക കൊടുത്ത് ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ ഉണ്ടായിട്ടും എന്തേ മുഖ്യമന്ത്രി പോയില്ല എന്ന ചോദ്യം ഉത്തരം അർഹിക്കുന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു വരുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാമല്ലോ, ഞങ്ങൾ വിഷപ്പുക തിന്നു കണ്ടപ്പോൾ കണ്ടില്ലല്ലോ എന്ന്. അവിടുത്തുകാരൻ മന്ത്രി പോലും എത്തിയത് വലിയ മാസ്കും ബൂട്ടും ധരിച്ച് 12ാം ദിവസം. അദ്ദേഹത്തിന്റെ കൂടി വോട്ടർമാരാണ് ഇത്തരം സുരക്ഷ ഒന്നുമില്ലാതെ കൊച്ചിയിൽ ജീവിക്കുന്നത്. പിണറായിക്ക് മാരക രോഗമാണ് എന്ന് ചില BJPക്കാർ പറയുന്നത് ജനം വിശ്വസിക്കുന്നില്ല. ഓഖി ദുരന്തം വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സമീപനം. ഡൽഹിയിൽ നിന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരെ വിഴിഞ്ഞത്തു വന്നു. മുഖ്യമന്ത്രി എത്തിയതോ വല്ലാതെ വൈകി. അവിടെ ഇറങ്ങാൻ പോലും ജനം സമ്മതിച്ചില്ല. മന്തി കൊണ്ടുപോയില്ല എന്ന ചോദ്യത്തിന് സംഭവ സ്ഥലത്ത് പോകുന്നതിനേക്കാൾ പ്രധാനം ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതല്ലേ എന്നായിരുന്നു ന്യായീകരണ തൊഴിലാളികളുടെ ചോദ്യം. ബ്രഹ്മപുരത്തെ തീ അണഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിലെ തീ അണഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മാർച്ച് 2-ന് ബ്രഹ്മപുരത്ത് കത്തി തുടങ്ങിയ തീ 13-നാണ് കെടുത്തിയത്. 106 മുതൽ 110 ഏക്കറോളം പടർന്നു കിടക്കുന്ന വലിയ പ്രദേശമാണത്. ഇവിടെ ദിവസവും എത്തുന്നത് 380 ടൺ മാലിന്യമാണ്. ഇതിൽ 150 ടൺ ജൈവ മാലിന്യമാണ്. ഇതിൽ 49% ഗാർഹിക മാലിന്യമാണ്. അതിൽ 77% ജീർണാവസ്ഥയിൽ ഉള്ളവയാണ്. 100 ടൺ പ്ലാസ്റ്റിക് ആണ് ദിവസവും എത്തുക. അജൈവ മാലിന്യങ്ങൾ പ്ലാന്റിന് പുറത്ത് കൂട്ടിയിടുന്നു. അവയുടെ അടിയിൽ നിന്ന് വരുന്ന മീത്തേൻ ഗ്യാസ് കത്തും. ഇതിലൂടെ ഉണ്ടാകുന്ന ലീച്ചറ്റ് ഉപരിതല ജലവും ഭൂഗർഭജലവും മലിനമാക്കുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. 2011-ലെ സെൻസസ് അനുസരിച്ച് തന്നെ 20 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന നഗരമാണ് കൊച്ചി. 2021-ൽ സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് ജനസംഖ്യ കൂടാതിരുന്നിട്ടില്ല. IT-യുടെ വളർച്ചയെല്ലാം അതിന് ശേഷമായിരുന്നു. വലിയ ജനവർധന ഉണ്ടായിട്ടുണ്ട്. അവിടെ അടുത്ത കാലത്ത് കുടിവെള്ളം തകരാറിലായിട്ട് പുനഃസ്ഥാപിക്കുവാൻ ദിവസങ്ങൾ എടുത്തു. കൊച്ചി വലിയ നഗരമാവുകയാണ്. അവിടെ ഈ വിഷപ്പുക എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കിയിരിക്കും? പ്രത്യേകിച്ചും IT മേഖലയിലും മറ്റും പ്രവർത്തിക്കുന്ന യുവാക്കളുടെ. ഇവർക്കെല്ലാം എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാകുമോ ഉണ്ടാവുക എന്ന ഭീതി വ്യാപകമായിട്ടുണ്ട്. വിഷപ്പുക ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും ജനതിക രോഗങ്ങൾക്ക് വരെ കാരണമാകും എന്നെല്ലാം പറയുന്നുണ്ട്. വിഷപ്പുകയെക്കുറിച്ച് ഭീതി പ്രകടിപ്പിച്ചവരിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരിൽ മാത്രമല്ല, കൈരളി ചെയർമാനായ മമ്മൂട്ടി, അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ, അറിയപ്പെടുന്ന ഇടത് സഹയാത്രികരായ ആഷിഖ് അബു തുടങ്ങിയവരെല്ലാം ഉണ്ട്. പണ്ട് ബാർക്കോഴ കാലത്ത് KM മാണിക്ക് മണി ഓർഡർ അടപ്പിച്ച സഖാവാണ് ആഷിഖ് അബു. കൊച്ചിയിലെ വേനൽ മഴയിൽ ചൂട് 15 ഡിഗ്രി കുറഞ്ഞെങ്കിലും ജനങ്ങളുടെ ഭീതി കൂടുകയാണ്. വീണത് ആസിഡ് മഴയാണ് എന്നാണ് പ്രചരണം. ഗവേഷകനെന്ന് അവകാശപ്പെടുന്ന രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയവ കലർന്ന മഴ. അതും മനുഷ്യരെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ബാധിക്കും, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം പ്രചരണമുണ്ട്. കൊച്ചിയിലെ എയർ ക്വാളിറ്റി വല്ലാതെ മോശമായതായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് സൂചിപ്പിക്കുന്നു. പുകയുടെ വിഷം ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലേക്കും വ്യാപിച്ചതായും പ്രചരണം ഉണ്ടായി. ജനങ്ങൾ ഇത്ര ഭീതിയിലായിട്ടും ക്യാപ്റ്റൻ വലിയ സംരക്ഷണത്തിൽ പോലും വാ തുറക്കാൻ 14 ദിവസം എടുത്തു. ഒരുപക്ഷെ എന്തു പറയണം എന്ന് അറിയാത്തത് കൊണ്ടാവും എന്നാണ് ചിലരുടെ പരിഹാസം. ഇതാണോ അദ്ദേഹം അവകാശപ്പെടുന്ന ധീരത എന്നും ചോദിക്കുന്നു. എന്നാൽ ഹൈക്കോടതി വളരെ പെട്ടെന്ന് ഇടപെട്ടു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്ത് ഹാജരാക്കി.
കോടതി ഇടപെട്ടു. കളക്ടറെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കോടതി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. രാമായണം കളക്ടറെ സർക്കാർ മാറ്റി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. പുതിയ ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി നഗരസഭാ സെക്രട്ടറി ബാബുവും അബ്ദുൾ ഖാദർ, ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി N രഞ്ജിത്ത്, തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ശുചിത്വ മിഷൻ ഡയറക്ടർ J ജ്യോതിഷ് ചന്ദ്രൻ, ചീഫ് എൻവയോൺമെന്റൽ PK ബാബുരാജ് എന്നിവർ ചേർന്നതായിരുന്നു സമിതി. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അപര്യാപ്തമെന്ന് സമിതി കണ്ടെത്തി. അവിടെ ദിവസവും എത്തുന്നത് 300 ടൺ ഖരമാലിന്യമാണ്. 120 ടൺ മാത്രം സംസ്കരിക്കാനാണ് നിലവിലുള്ള പ്ലാന്റിന് സാധിക്കുക. പ്ലാന്റ് കെട്ടിടത്തിന്റെ സ്ഥിതി തന്നെ ദയനീയമാണ്. കെട്ടിടത്തിന്റെ വലിയ ഭാഗം നിലംപൊത്തി, ബാക്കിയും ജീർണിച്ച അവസ്ഥയിലാണ്. കർശന നടപടികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമഗ്ര പദ്ധതി വേണം കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കണമെന്നും ഉത്തരവായി. കൊച്ചിയിലെ വെള്ളത്തിന്റെ സാമ്പിളും വായു മലിനീകരണവും 24 മണിക്കൂറിനുള്ളിൽ പരിശോധിക്കണം കോടതി പറഞ്ഞു. ഹൈക്കോടതി സ്വീകരിച്ച നടപടികൾ പോലും സർക്കാരിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഉണ്ടാവാതെ വന്നത് സംശയം ഉയർത്തി. ഇവിടെയാണ് ഇതിനായി നിയോഗിക്കപ്പെട്ട സോണ്ട ഇൻഫ്രാടെക് കമ്പനിയുടെ ഉന്നതതല ബന്ധങ്ങൾ സംശയത്തിലായത്. ഇടതുമുന്നണി കൺവീനറായിരുന്ന വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. കോൺഗ്രസ് ഭരണകാലത്ത് ഇവർ കോർപ്പറേഷനെ സമീപിക്കുമ്പോൾ വേണ്ട യോഗ്യത ഇല്ലെന്ന് കണ്ടെത്തിയതാണ്. എന്നാൽ ഇടതു ഭരണകാലത്ത് പൊടുന്നനെ ഇവർക്ക് യോഗ്യതകളായി എന്ന അവകാശവാദത്തെ കോൺഗ്രസ് സംശയത്തോടെ വീക്ഷിക്കുന്നു. അവരുടെ പ്രവർത്തനം 1 വർഷം കഴിഞ്ഞപ്പോൾ സോണ്ട ഇൻഫ്രാടെക്കിനെ മാറ്റണം എന്ന് നഗരസഭാ സെക്രട്ടറി ശുപാർശ ചെയ്തു. പക്ഷേ കോർപ്പറേഷൻ തീരുമാനം എടുത്തില്ല. ഇടതു ഭരണകാലത്ത് ഏകകണ്ഠമായാണ് സോണ്ട ഇൻഫ്രാടെക്കിന് കരാർ കൊടുത്തതെന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. അല്ലെന്ന് കോൺഗ്രസുകാർ ആവർത്തിച്ചു പറയുമ്പോഴും ഇടതും വലതും തമ്മിലുള്ള ചില രഹസ്യധാരണകളുടെ ഗന്ധം പല നിരീക്ഷകരും സംശയിക്കുന്നുണ്ട്. അതുക്കും മേലെയാണ് കാര്യങ്ങൾ എന്നാണ് മുൻ മേയർ ടോണി ചിമ്മിണിയും സ്വപ്ന സുരേഷും പറയുന്നത്. സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നെതർലാൻഡിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും അതേ തുടർന്ന് കേരളത്തിൽ പലതും സംഭവിച്ചുവെന്നും ടോണി ചിമ്മിണി പറയുന്നു. കൊച്ചി, കോഴിക്കോട്, കൊല്ലം കോർപ്പറേഷനുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം സോണ്ട ഇൻഫ്രാടെക്കിന് കിട്ടിയത് അതിനുശേഷമാണെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ 8 ജില്ലകളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ KSIDCക്ക് കൊടുക്കുന്നതിൽ അഴിമതി ഉണ്ടെന്നും ചിമ്മിണി ആരോപിക്കുന്നു. ശിവശങ്കർ സോണ്ട ഇൻഫ്രാടെക്കിന് വേണ്ടി ഇടപെട്ടു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. 1ാം പിണറായി ഭരണകാലത്ത് നടന്ന പല കരാറുകളുടെയും പിന്നിൽ ശിവശങ്കർ വഴി മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നു എന്നത് അക്കാലത്തെ അനുഭവമാണ്. കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ കരാർ അടക്കമുള്ളവ ഉദാഹരണമാണ്. സോണ്ട ഇൻഫ്രാടെക്കിന് കൊടുത്ത മൊബിലൈസേഷൻ അഡ്വാൻസ് തിരിച്ചു വാങ്ങണം എന്നും സ്വപ്ന ആവശ്യപ്പെടുന്നു. അവർ പറയുന്നതിൽ സത്യം ഉണ്ട് എന്ന് വിശ്വസിക്കത്തക്ക വിധമാണ് പല കാര്യങ്ങളും പരുവപ്പെടുന്നത്. ബ്രഹ്മപുരത്തെ മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് ഇതുവരെയുള്ള മുഴുവൻ ഇടപാടുകളെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ വേണ്ടി കൂടി അല്ലേ എന്ന് സംശയിക്കണം. മറ്റ് ഏജൻസികളുടെ അന്വേഷണ സാധ്യതയുള്ള വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് കേസ് സംബന്ധിച്ച മുഴുവൻ രേഖകളും വിജിലൻസിൽ സുരക്ഷിതമാക്കി രക്ഷപ്പെടുത്തുവാനോ കേരളത്തിൽ നീക്കം നടക്കുന്നുണ്ട്. ലൈഫ് മിഷന്റെ രേഖകൾ തന്നെ ഉദാഹരണം. സംഭവത്തെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുന്നുവെന്ന് കണ്ട ഉടൻ തന്നെ ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും വിജിലൻസ് കസ്റ്റഡിയിൽ എടുക്കുകയും CBIക്ക് കൊടുക്കാതിരിക്കുകയുമാണ്. ആ രേഖകൾ വിട്ടുകിട്ടാതെ EDക്ക് കുറ്റപത്രം സമർപ്പിക്കുവാൻ സാധിക്കില്ല. കേസ് സുപ്രീം കോടതിയിലുമാണ്. വിധി വരുന്നതുവരെ രേഖകൾ കേന്ദ്ര ഏജൻസിക്ക് കിട്ടാൻ ഇടയില്ല. കേസ് തീർപ്പായി രേഖകൾ കിട്ടുമ്പോഴേക്കും സാഹചര്യങ്ങളെല്ലാം വല്ലാതെ മാറിയിരിക്കും. വൈദേകം റിസോർട്ട് സംബന്ധിച്ച പരാതിയും വിജിലൻസ് അന്വേഷണത്തിന് വിട്ടു. ഇടതുമുന്നണി കൺവീനറായ EP ജയരാജന്റെ ഭാര്യയും മകനും ഉടമസ്ഥരായ സംവിധാനമാണ് വൈദേകം നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൽ ജേക്കബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദേകത്തിൽ വിജിലൻസ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ വൈദേകം സംബന്ധിച്ച രേഖകളിൽ പലതും ED ചോദിച്ചപ്പോൾ കൊടുക്കാനായില്ലെന്ന് ED പറഞ്ഞു. എന്നാൽ അതെല്ലാം ഇപ്പോൾ വിജിലൻസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഉടനൊന്നും EDക്ക് അവ കിട്ടുവാൻ സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് എല്ലാ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാം. അഥവാ വിജിലൻസ് അന്വേഷണം അപകടകരമാകുന്നു എന്ന് കണ്ടാൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നതടക്കം പലതും സാധിക്കും. EP ജയരാജന്റെ ഭാര്യ റിട്ടയർമെന്റ് ആനുകൂല്യമായി 89 ലക്ഷം രൂപ കിട്ടിയെന്നാണ് വാർത്ത.
മകന് 10 ലക്ഷമാണ് നിക്ഷേപമുള്ളത്. ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ച വിജിലൻസ് കൂടുതൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്താണ് അന്വേഷണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് 16-ന് കേരള നിയമസഭയിൽ ഉയർത്തിയ വലിയ ഒരു സന്ദേഹമുണ്ട്. ഇതെന്താ കൗരവ സഭയോ? നാട്ടിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ നിയമസഭയിൽ അനുവദിക്കാത്തതാണ് വിഷയമായത്. 4 ദിവസമായി പ്രതിപക്ഷം നോട്ടീസ് കൊടുക്കുന്ന ഒരു അടിയന്തര പ്രമേയത്തിനും സ്പീക്കറുടെ അനുമതി കിട്ടുന്നില്ല. KSRTCയിൽ ശമ്പളം ഗഡുക്കളായി കൊടുക്കാനുള്ള നീക്കത്തിനെതിരെയും GSTയിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടാത്തതിനെക്കുറിച്ചും ബ്രഹ്മപുരത്തെ പോലീസ് നടപടിയെക്കുറിച്ചും തലസ്ഥാനത്ത് ചെങ്കോട്ടുകോണത്ത് ഒരു 16-കാരി പെൺകുട്ടിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ചും ഒന്നും അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുവാൻ പോലും അനുമതി കിട്ടിയില്ല. സ്കൂൾ കുട്ടിക്ക് നേരെ നടക്കുന്ന ആക്രമണം പോലും പരിഗണിക്കില്ലെങ്കിൽ അതിന് കൊടുക്കുന്ന നോട്ടീസ് പോലും സ്വീകരിച്ചില്ല. അടിയന്തര പ്രമേയം കേട്ട് തള്ളാനുള്ള അവകാശം സർക്കാരിനുണ്ട്. എന്നാൽ വിഷയം എങ്ങനെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടാൻ അംഗത്തിനുള്ള അവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. കുഴൽനാടന്മാർ ഇനിയും ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് മുഖ്യമന്ത്രി എന്നെല്ലാമാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം ആരോപണങ്ങളെല്ലാം രേഖയിൽ നിന്ന് നീക്കി. സ്പീക്കർ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. ബ്രഹ്മപുരം വിഷയം അനുവദിക്കാതെ പോയത് കേരളത്തിലെ 1000 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരെണ്ണമല്ലേ എന്ന് ചോദിച്ചാണ്. അതോടെ മാർച്ച് 14-ന് നിയമസഭയിൽ പ്രതിപക്ഷം സമാന്തര സഭ സമ്മേളനം നടത്തി. വല്ലാത്ത ഒരു മാതൃകയായി അത്. PK വിഷ്ണുനാഥ് സ്പീക്കറായി. റോജി M. ജോൺ പ്രമേയം അവതരിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷനിലെ UDF കൗൺസിലർമാർക്കു നേരെ ഉണ്ടായ മർദ്ദനം ചർച്ച ചെയ്തു. പരിപാടികൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അങ്ങനെ നിയമസഭയിൽ ക്രമമല്ലാത്ത പലതും നടന്നു. മാർച്ച് 15-ന് ഉമാ തോമസ് ചെങ്കോട്ടുകോണത്തെ 16-കാരിക്കെതിരായ ആക്രമണം, ആ പെൺകുട്ടിക്കുണ്ടായ ദുരന്തം അടിയന്തര പ്രമേയമായി പരാമർശിക്കുവാൻ അനുമതി തേടി. സ്പീക്കർ നോട്ടീസ് സ്വീകരിച്ചില്ല. ഒരേ വിഷയത്തെക്കുറിച്ച് പലതവണ പ്രമേയം പറ്റില്ല എന്നതായി തടസ്സം. എന്നാൽ പ്രീ ഡിഗ്രി ബോർഡ്, സോളാർ വിഷയങ്ങൾ ഒരു സമ്മേളനത്തിൽ തന്നെ എത്രയോ ദിവസം സഭ അടിയന്തര പ്രമേയമായി പരാമർശിച്ചിട്ടുണ്ട്. 4 ദിവസം അവസരം നിഷേധിച്ചതോടെ പ്രതിപക്ഷം സമരത്തിന് പുതിയ രീതി സ്വീകരിച്ചു. സഭ വിട്ട് അവർ സ്പീക്കറുടെ ഓഫീസ് ഉപരോധിച്ചു. കേരള സഭയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഈ സമരം. സമരത്തിന് എത്തിയവരെ നിയമസഭയിലെ സുരക്ഷാ സേനാംഗങ്ങളും ഭരണകക്ഷിക്കാരും ചേർന്ന് കൈകാര്യം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KK രമ, ഉമാ തോമസ്, സനീഷ് ജോസഫ്, TV ഇബ്രാഹിം, AKM അഷ്റഫ് എന്നിവരെ കയ്യേറ്റം ചെയ്തു. നിയമസഭാ അംഗങ്ങളായ H. സലാം, സച്ചിൻ ദേവ് എന്നിവർ ആക്രമണത്തിന് മുന്നിൽ നിന്നതായി പ്രതിപക്ഷം പരാതിപ്പെട്ടു. KK രമയുടെ കൈ സലാം ചവിട്ടി ഓടിച്ചതാണ് പരാതി. അവർ അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സഖാക്കൾ പരിഹസിച്ചു. പക്ഷേ എക്സ്റേ എടുത്തതും പ്ലാസ്റ്റർ ഇട്ടതും സർക്കാർ ആശുപത്രിക്കാരാണ് എന്ന രമയുടെ തിരിച്ചടി കൃത്യമായി ഡെപ്യൂട്ടി ചീഫ് മാർഷൽ എന്നിവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി കൊടുത്തു. സമാധാനത്തിനായി സ്പീക്കർ മാർച്ച് 15-ന് കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു. സലാമിനും സച്ചിനും എതിരെ നടപടി വേണം എന്ന് പ്രതിപക്ഷം ശഠിച്ചു. ചർച്ച പരാജയപ്പെട്ടു. സഭ ബഹളത്തിൽ മുങ്ങി. 1982-ൽ സ്പീക്കർ വൈക്കം പുരുഷോത്തമന്റെ കാലത്ത് സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട MV രാഘവനെ അകത്ത് കയറ്റുവാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമത്തെ സുരക്ഷാ സേന തടഞ്ഞതും 2011-ൽ ഉണ്ടായ സംഘർഷത്തിൽ TV രാജേഷും ജെയിംസ് മാത്യുവും വനിതാ പോലീസിനെ കയ്യേറ്റം ചെയ്തതായി വന്ന സംഭവവും 2015-ൽ KM മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കുവാൻ നടത്തിയ നീക്കങ്ങളും എല്ലാം സഭയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങളാണ്. ഇതാവട്ടെ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തവരോട് നടത്തിയ ആക്രമണവും. വാസ്തവത്തിൽ ഇത് ആദ്യ സമരമാണ് സ്പീക്കറുടെ ഓഫീസ് ഉപരോധിക്കുന്നത്. ഇത്തരം ഒരു പ്രതിരോധത്തിന് 2015-ൽ ഭരണകക്ഷി ശ്രമിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മന്ത്രിമാരുടെ സ്റ്റാഫും ഭരണകക്ഷി MLA-മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നപ്പോൾ പ്രതിപക്ഷ സമരം വല്ലാതെ കൊഴുത്തു. വാർത്താ പ്രാധാന്യം നേടി. ന്യായീകരണ തൊഴിലാളികൾക്ക് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു. സഭാനാഥനായ ഷംസീർ പാലക്കാട് MLA ഷാഫി പറമ്പിലിന് കൊടുത്ത ഉപദേശം വല്ലാതെ വാർത്താ പ്രാധാന്യം നേടി. നിയമസഭയിൽ ഇങ്ങനെ പെരുമാറിയാൽ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായിരുന്നു അത്. എങ്കിൽ ഷംസീർ എങ്ങനെ തിരിച്ചു വന്നു? ശിവൻകുട്ടിയും ജലീലും തിരിച്ചു വന്നു. അതുമല്ല, സഭയിലെ ബഹളങ്ങൾ ഒന്നും സഭാ TV ആരെയും കാണിക്കാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് ആരും കണ്ടതും ഇല്ലല്ലോ. സഭാ TV സർക്കാരിന് വേണ്ടി മാത്രമായെന്ന് പ്രതിപക്ഷം പറയുന്നു.
പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴും TV കാണിക്കുന്നത് മന്ത്രിമാരുടെ മുഖം. പ്രതിപക്ഷം പരിഹസിക്കുന്നു. ഇതൊക്കെ കാണുന്നവരിൽ കുറെ പേർ മാറി ചിന്തിക്കും എന്ന് ഓർക്കുക. സംവിധാനങ്ങളെ എല്ലാം വരുതിയിലാക്കുന്നു എന്ന പ്രചരണത്തിനും കഴമ്പുള്ളതായി വരുന്നുണ്ട്. ഒന്നുണ്ട്, എത്ര കഷ്ടപ്പെട്ട് നിയമസഭാ ബില്ലുകൾ പാസാക്കിയാലും പലതും നടപ്പിലാക്കാനാവില്ലല്ലോ. രാജ്ഭവനിൽ കിടക്കുകയല്ലേ പലതും. വിജേഷ് പിള്ള പറഞ്ഞെന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സോണ്ട ഇൻഫ്രാടെക് കാര്യത്തിൽ ടോമി ചെമ്മണിയും ഉന്നയിച്ച ആരോപണത്തിനെതിരെ വൈക്കം വിഷൻ മാനനഷ്ട കേസ് കൊടുത്ത് ആരെയാണ് അപമാനിക്കുന്നത്? സ്വപ്ന ഇതിലും ഹീനമായ ആരോപണം ഉന്നയിച്ചിട്ടും നിശബ്ദരായിരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഭാര്യ കമല, മകൾ വീണ എന്നിവർക്കും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും തന്നെ. ഇവരിൽ വീണ മന്ത്രി റിയാസിന്റെ ഭാര്യയാണ്. ഭാര്യ നടത്തിയ അഴിമതികൾക്ക് അച്ഛൻ മാത്രം എപ്പോഴും പ്രതിയാക്കപ്പെടണമെന്നില്ല. റിയാസും ഉത്തരം പറയേണ്ടി വരും. അതിനുള്ള നീക്കവും പാർട്ടിയിൽ നിന്നും വരാം. EP ജയരാജന്റെ ഭാര്യയുടെ നിക്ഷേപം ജയരാജനെതിരെ വിഷയമാകുമ്പോൾ റിയാസിന്റെ ഭാര്യയുടെ സ്വത്തും വിഷയമാകില്ലേ? എന്തേ സ്വപ്ന വെല്ലുവിളിച്ചിട്ടും ഇവർ കേസ് കൊടുക്കുന്നില്ല? പ്രതികളുടെ നിശബ്ദതയ്ക്ക് അവർ പറയുന്ന ന്യായം എന്തായാലും ആരോപണത്തിൽ കഴമ്പുള്ളത് കൊണ്ടാണെന്ന് ഏറെ പേർ വിശ്വസിക്കും. കേസ് കൊടുക്കുവാൻ സ്വപ്ന വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നു. ആരും അനങ്ങുന്ന മട്ടില്ല. കടകംപള്ളിയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നാണ് സ്വപ്ന വിളിച്ചത്. എന്നിട്ടും ആരും അനങ്ങുന്നില്ല. അവർ കൂടുതൽ ശക്തമായ തെളിവുകൾ കൊണ്ടുവരുമോ എന്ന ഭയമല്ലേ? മാർച്ച് 9 ഫേസ്ബുക്ക് പോസ്റ്റ് തളിപ്പറമ്പിലെ അഭിഭാഷകനായ നിക്കോളാസ് ജോസഫ് വഴിയാണ് ഗോവിന്ദൻ കേസ് ഫയൽ ചെയ്യുന്നത്. 1 കോടി രൂപയാണ് മാനനഷ്ടം ചോദിച്ചിരിക്കുന്നത്. ഞാൻ മാപ്പ് പറയില്ല, ജീവിതകാലത്ത് പറയില്ല, സ്വപ്ന വെല്ലുവിളിച്ചു പറഞ്ഞു. പണ്ട് ജലീൽ കൊടുത്ത കേസ് എന്തായെന്ന് പരിഹസിക്കുവാൻ അവർ മറന്നില്ല. വൈക്കം വിശ്വനും വക്കീൽ നോട്ടീസ് അയച്ചു. ടോണി ചിമ്മണിക്കെതിരെ 1 കോടിക്ക് മാനനഷ്ട കേസ്. ഈ നീക്കങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ വരുന്ന പുതിയ ചിന്തയുടെ അടയാളമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. കണ്ണൂർ പുല്ലോട്ടുകാവ് ക്ഷേത്രോത്സവ കലാശത്തിൽ P ജയരാജന്റെ ചിത്രം വെച്ചത് പാർട്ടിയിൽ വിവാദമായി. തെയ്യത്തിന്റെയും അരിവാൾ ചുറ്റികയുടെയും ഒപ്പം ജയരാജ ചിത്രവും കലാശത്തിൽ കൊണ്ടാടപ്പെടുകയാണ്. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് ഈ നടപടി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരസ്യമായി പറഞ്ഞു. അതും പാർട്ടിയിൽ എല്ലാം ശാന്തമല്ല എന്നതിന്റെ അടയാളമായി. CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വീണ്ടും പാർട്ടിയിൽ ശക്തമായി വിമർശിക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്ന CPI ഇപ്പോൾ തിരുമ്മൽ ശക്തിയായിരിക്കുന്നുവെന്ന് പരിഹാസം. പാർട്ടിയുടെ ആലപ്പുഴ, എറണാകുളം സമ്മേളനത്തിൽ വിഭാഗീയത പ്രകടമായിരുന്നു എന്നും പണം കൊടുത്തുവരെ പ്രതിനിധികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും ആരോപണം ഉയർന്നു. മന്ത്രിയായപ്പോൾ സുനിൽകുമാറിനെ എക്സിക്യൂട്ടീവിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ 4 മന്ത്രിമാർ എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലിലും. ഇതെന്ത് നീതി? ഒരിക്കൽ ബോർഡ് ചെയർമാൻ ആക്കിയവർക്കില്ല എന്ന നിബന്ധനയും പലർക്കും ഒഴിവായി. ഇപ്പോൾ കേരള കോൺഗ്രസ് പോലെയായി കാര്യങ്ങൾ. ചെയർമാനും മന്ത്രിയും ഒരാളാകരുത് എന്ന് പറഞ്ഞ് സ്ഥാപക നേതാവ് KM ജോർജിനെ ഒതുക്കിയ മാണിയും ജോസഫും പിന്നീട് എത്രയോ തവണ ഈ 2 പദവികളും ഒന്നിച്ചു വഹിച്ചു. രാജ്യസഭാ സീറ്റിലേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും തന്നെ തഴഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കാനം തിരിച്ചടിച്ചത്. പകരം വീട്ടുകയാണ് എന്ന് തുറന്നു പറഞ്ഞു. കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ സർക്കാർ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന നടപടികൾ ഗവർണറും സർക്കാരും തമ്മിൽ പുതിയ പോരിന് ആമുഖം തുറക്കുന്നു. ഇത്തരം ഒരു നീക്കം മുൻകൂട്ടി കണ്ട് സിസയെ നിയമിച്ചത് ഗവർണറും ചാൻസലറും എന്ന നിലയിലായിരുന്നു. ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ നീക്കങ്ങളെ ഗവർണർ പ്രതിരോധിക്കും എന്ന് വ്യക്തം. മാർച്ച് 31 അവർ സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കും. എത്ര കാലം വൈസ് ചാൻസലറായി തുടരും എന്ന് പറയാനാവില്ല. സിസ ശരിക്കും ഭരിക്കുകയാണ്. സിൻഡിക്കേറ്റുകാർ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെല്ലാം അവർ മറികടക്കുന്നു. ആയിരക്കണക്കിന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു. ഏറെ കാര്യങ്ങൾ ചെയ്തു. അവർ കാണാൻ ചെന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇഷിത റോയ് അവരെ കാണാൻ കൂട്ടാക്കിയില്ല. സ്ത്രീകളോട് സ്ത്രീകൾ കാണിക്കുന്ന ആദരം. കേന്ദ്ര മാനവ വികസന മന്ത്രാലയത്തിൽ ജോലി ചെയ്യുമ്പോഴത്തെ ധനകാര്യ കൃത്രിമങ്ങൾക്ക് ചീഫ് സെക്രട്ടറി റാങ്കിലേക്ക് അവരുടെ പ്രൊമോഷൻ കേന്ദ്രം തടഞ്ഞതാണ്. അവരുടെ സംസ്കാരം. കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളെ പരിഹസിക്കുന്ന കക്കുകളി പ്രചരിപ്പിക്കുന്നവർ സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കുവാൻ കൊണ്ടുവന്ന കിതാബ് എന്തേ വിലക്കി?
ഇസ്ലാമോഫോബിയ ഇല്ലാതാകുമോ? മലയാള സംവിധായകൻ കമലിന് ഓസ്കാറും ഗോൾഡൻ ഗ്ലോബും ഒന്നും മഹത്തായ പുരസ്കാരങ്ങളല്ല. RRR വലിയ സിനിമയുമല്ല. നാട്ടുനാട്ട് വലിയ പാട്ടുമല്ല. കമലിന്റെ എത്രയോ സിനിമകൾക്കാണ് ഓസ്കാർ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. കീരവാണിയെ കുറിച്ച് കൈതപ്രം പറഞ്ഞത് കേട്ടു. അദ്ദേഹം യേശുദാസിനെ പോലെ ഒരു ക്രൈസ്തവ ഹിന്ദുവാണത്രേ. വേളാങ്കണ്ണി മാതാവിന്റെയും മൂകാംബികയുടെയും ചിത്രം ഹാർമോണിയത്തിൽ ഒട്ടിച്ചിരിക്കുന്ന വിശ്വാസി. രോഗിയുടെ വയറു കീറിയിട്ട് തുന്നിക്കെട്ടാതെ വിട്ട സംഭവത്തിൽ കേസെടുക്കുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവായി. അവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.